ബഹുമാനപ്പെട്ട അധ്യക്ഷ സഖാവ് KPR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നുവെന്ന് സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് ലാർസൻ പറഞ്ഞപ്പോൾ നിറഞ്ഞ സന്തോഷം. കാരണം എൻ്റെ ഹൃദയത്തോടെന്നും ചേർന്ന് നിൽക്കുന്ന പേരാണ് KPR. അത് എൻ്റെ പിതാവിൻ്റെ നാമം KP രാജൻ ബാബു. അദ്ദേഹത്തെ ഒരു പാർട്ടി ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സഖാവാണ്. അന്ന് സഖാക്കളെല്ലാം സ്നേഹത്തോടെ വിളിച്ചിരുന്നത് KPR എന്നാണ്. അപ്പോൾ യാദൃച്ഛികമായി അധ്യക്ഷൻ്റെ പേരും അങ്ങനെ കേട്ടപ്പോൾ വളരെ സന്തോഷം. ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ലാർസൻ എന്നോട് പറഞ്ഞിരുന്നു, ഏറെ കൗതുകരം ഉണർത്തുന്ന എന്നാൽ ആ ഗൗരവ സ്വഭാവത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ ഹൃദയപക്ഷം ഇടതുപക്ഷം എന്ന ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ നവമാധ്യമ കൂട്ടായ്മയിൽ നടക്കുന്നത്. നല്ല സന്തോഷം. 20 മണ്ഡലങ്ങളും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും സവിസ്തരം പ്രതിപാദിച്ച് നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾക്ക് പൊതുവായി ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം കൂട്ടായ്മ ഉപകരിക്കും. അതിനായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ അഡ്മിൻ പാനലിനോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്നുള്ള ഒരു നന്ദി ആദ്യമേ രേഖപ്പെടുത്തട്ടെ. അതിനിർണായകമായ തിരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. എല്ലാ കാലങ്ങളിലും തിരഞ്ഞെടുപ്പുകളെല്ലാം നിർണായകമാണ്. പക്ഷേ ഒരു വാചകം അധികമായി ചേർത്ത് അതിനിർണായകമെന്ന് നമ്മളെല്ലാം പറയുന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്ന് ജനം തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിലും കാണാൻ പറ്റാത്ത തരത്തിൽ ഇവിടെയുള്ള ഭരണകൂടം ഇവിടെയുള്ള ജനങ്ങളെ സമ്പൂർണമായും വർഗീയവൽക്കരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അത് അത്യന്തം ഭീകരമാണ്, ഏറെ അപകടകരമാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയം എല്ലാ കാലഘട്ടത്തിലും രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ഏതാണ്ട് ഈ ഭരണകൂടം വേണ്ട എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെ 19 നടത്തിയത്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാകാം, അല്ലെങ്കിൽ ഒരു വിരൂപതയാകാം, കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടി വിജയിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോഴാണ് ഭൂരിഭാഗം ആളുകളും എതിരായി വിധിയെഴുതിയ ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഭരണം കൈവരിച്ചത്. പിന്നീടുള്ള അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ആ നിരീക്ഷണത്തിൻ്റെ ഒരു ഫലമാണ് 26-ൽ നമ്മുടെ കേരളത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഭരണത്തെ എന്ത് വില കൊടുത്തും താഴെ ഇറക്കുക എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ജനാധിപത്യ മൂല്യബോധവും മതേതരത്വവും ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്തെ പ്രതിനിധികൾ എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ കടമ നിർവഹിക്കാനുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുബോധ മനസ്സ് എല്ലാ കാലഘട്ടങ്ങളിലും BJPയോട് ഐക്യം പ്രഖ്യാപിക്കുന്ന ഒരു മനസ്സാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിലെ ഉള്ളിലുള്ള ഒരു മതേതര ബോധ്യമാണ്. അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ചെലുത്തിയതും നമ്മുടെ മണ്ണിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വേരോട്ടത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന വലിയ മൂല്യബോധങ്ങളുമാണ്. ആ മൂല്യബോധങ്ങളാണ് എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഈ മണ്ണിൽ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. നമ്മുടെ ശക്തിയായിട്ടുള്ളത് ആ ജനവിഭാഗമാണ്. നവോത്ഥാനം മനസ്സിലാക്കിയൊരു ജനത. അതൊരു പക്ഷേ ഒരു ഇടതു വലതു പാർട്ടികൾക്ക് കേരളത്തിലെ മണ്ണ് സമാനമായ ഒരു വളക്കൂറ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. BJPക്ക് എത്രയോ വർഷങ്ങളായി അവരതിനുവേണ്ടി ശ്രമിക്കുന്നു. മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. വിദ്യാസമ്പന്നരായ ജനങ്ങളുടെ ഇടയിലും വർഗീയത ഒരു പരിധിവരെയൊക്കെ കുത്തിക്കയറ്റാൻ അവർക്ക് ഒരു ചെറു ന്യൂനപക്ഷമാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ആ ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ടാണ് എന്നും BJPയുടെ ഒരു ചെറുചലനം അവരുടെ വോട്ട് ബാങ്കിൽ പ്രതിഫലിക്കുന്നത്. എന്നാലും ഒരു അധികാരത്തിലേക്ക് എത്താനുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നിർണായകമായി മാറുവാനുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി BJP ഇന്നും കേരളത്തിൽ അകന്നു നിൽക്കുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പ്രധാന സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്നെ സംബന്ധിച്ച് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടേണ്ട കടമ
ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ വിലയിരുത്തുക എന്നുള്ളതാണ്. എറണാകുളം നഗരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമ്പൂർണ്ണമായും ഒരു നഗരവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് നമ്മുടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. അതിൽ ഒന്നാമത്തേത് പറവൂരാണ്, രണ്ടാമത്തേത് കളമശ്ശേരിയാണ്, മൂന്നാമത്തേത് തൃക്കാക്കരയാണ്, നാലാമത്തേത് തൃപ്പൂണിത്തുറയാണ്, അഞ്ചാമത്തേത് എറണാകുളം, ആറാമത്തേത് കൊച്ചി, ഏഴാമതായി വരുന്നത് വൈപ്പിനാണ്. ഇതിൻ്റെ പ്രത്യേകത 5 മണ്ഡലങ്ങളും സമ്പൂർണ്ണമായും നഗരവൽക്കരിക്കപ്പെട്ട മണ്ഡലങ്ങളാണെന്ന് നിസ്സംശയം പറയാം. കാരണം ഗ്രാമീണാന്തരീക്ഷം വളരെ കുറഞ്ഞ മണ്ഡലങ്ങളാണ് 5 എണ്ണം. 2 മണ്ഡലങ്ങൾ പറവൂരും വൈപ്പിനും, ഈ മണ്ഡലങ്ങളാണ് പഞ്ചായത്തുകളുള്ള മണ്ഡലങ്ങൾ. അതിൽ പറവൂരിൽ തന്നെ ഒരു മുനിസിപ്പാലിറ്റി, പറവൂർ മുനിസിപ്പാലിറ്റി വരും. ബാക്കി വൈപ്പിനിൽ ഏറെക്കുറെ എല്ലാം പഞ്ചായത്തുകളാണ്. ഈ 7 മണ്ഡലങ്ങളാണ് എറണാകുളത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. ഇതിൽ പൊതുവെ എല്ലാ കാലഘട്ടങ്ങളിലും UDF അനുകൂലമായ ഒരു മണ്ഡലമെന്നാണ് എറണാകുളത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. പക്ഷേ ഒരു ബാലികേറ മല എന്ന നിലയിൽ എറണാകുളത്തെ നമുക്ക് വിലയിരുത്താനാവില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും എറണാകുളം മണ്ഡലത്തിനകത്ത് വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പല ആളുകളും വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ഒരു MP ആയി ഉണ്ടായിരുന്നത് സെബാസ്റ്റ്യൻ പോളാണ്. അന്ന് 2004 വലിയ തരംഗത്തിൽ അദ്ദേഹം വിജയിക്കുന്നത് ഏതാണ്ട് 80,000-ത്തിനടുത്ത് വോട്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു ബാലികേറമല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ കൂടുതൽ സമയങ്ങളിൽ UDF സ്ഥാനാർത്ഥികളാണ് ഇവിടെ വിജയിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ രീതിയിൽ കണക്കെടുത്ത് കഴിഞ്ഞാലും പറവൂര് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ അനുകൂലമായ ഒരു സ്ഥിതിയുള്ള മണ്ഡലമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറേ വർഷങ്ങളായി അവിടെ മത്സരിച്ച് വിജയിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം അവിടുത്തെ പഞ്ചായത്തുകളും നഗരസഭയിലെ കുറേ പ്രദേശങ്ങളെല്ലാം എണ്ണും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മനസ്സുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി ഷൈൻ ടീച്ചർ പറവൂർ സ്വദേശിനിയാണ് എന്നുള്ളതാണ്. പറവൂർ സ്വദേശിനി എന്ന് മാത്രമല്ല 3 തവണ വ്യത്യസ്ത വാർഡുകളിലായിട്ട് അവിടുത്തെ നഗരസഭയിലെ കൗൺസിലറാണ്. നിലവിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ആ സഖാവാണ് അലങ്കരിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ സ്വന്തം മണ്ഡലം എന്നുള്ളൊരു പ്രത്യേകത പറവൂരുണ്ട്. നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണെങ്കിൽ തന്നെയും പറവൂരിൽ വലിയൊരു മാറ്റം ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. രണ്ടാമത്തെ മണ്ഡലം കളമശ്ശേരി. അത് നമുക്കറിയാം, ഏതാണ്ട് 14,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിന് നമ്മുടെ പ്രിയപ്പെട്ട P. രാജീവ് സഖാവ് അവിടെ നിന്ന് ജയിച്ചു. അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയാണ്. രാജീവ് സഖാവ് അവിടെ വിജയിച്ചതിന് ശേഷം അതിക്ക് മുമ്പ് ഇബ്രാഹിം കുഞ്ഞായിരുന്നു. വലിയ അഴിമതി കാണിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒറ്റപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രാജീവ് സഖാവ് അവിടെ MLA ആയി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, എങ്ങനെ ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കണമെന്നുള്ളത് കൃത്യമായൊരു കാഴ്ചപ്പാടുള്ള ഒരു സഖാവാണ് P. രാജീവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ ചുരുങ്ങിയ സമയം 21 വിജയിച്ച് ഇന്ന് 24 3 വർഷം അടുക്കുന്ന ഒരു സമയത്ത് കളമശ്ശേരിയുടെ ജനമനസ്സിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പിക്കാൻ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലൂടെ രാജീവ് സഖാവിനെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ MLA തന്നെയാണ്. രാജീവ് സഖാവിൻ്റെ ഒരു സ്വാധീനവും സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അനുകൂലമായ ചില മനസ്സുകൾ കൂടി ചേരുമ്പോൾ അവിടെ നമുക്ക് അനുകൂലമായൊരു അന്തരീക്ഷം പൊതുവായി രൂപപ്പെടുന്നുണ്ട്. അത് ഒരു നിർണായകമായി തെരഞ്ഞെടുപ്പിൽ മാറും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. മാത്രമല്ല ന്യൂനപക്ഷങ്ങളിലോട്ട് നന്നായുള്ള ഒരു പ്രദേശമാണ് കളമശ്ശേരി, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തിനകത്ത് ഷൈൻ ടീച്ചർ വിജയിക്കണമെന്നുള്ള വലിയൊരു ആവേശം നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനത്തിലും എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കളമശ്ശേരി മണ്ഡലത്തിൽ അനുകൂലമായ ഒരു സ്ഥിതി നമുക്ക് ഉണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. മൂന്നാമത് നമ്മളെടുക്കുന്ന ഒരു മണ്ഡലം തൃക്കാക്കരയാണ്. പൊളിറ്റിക്കലി UDF നല്ല മെജോറിറ്റിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് തൃക്കാക്കര എറണാകുളം രണ്ടും തന്നെ എടുത്ത് പറയാം. രണ്ടിനും ഒന്ന് ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൻ്റെ വേറൊരു പ്രത്യേകത, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. കാരണം പരമ്പരാഗതമായ ക്രൈസ്തവ വോട്ടുകൾ
നല്ലൊരു ശതമാനവും ഇവിടെ കോൺഗ്രസ്സിന് ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും തൃക്കാക്കരയും എറണാകുളവും ഒരു ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സിന്ധു ജോയിന്ന തെരഞ്ഞെടുപ്പിലെല്ലാം ഒരു ലീഡ് നിലനിർത്തിക്കൊണ്ട് വന്നെങ്കിലും ഈ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണിയപ്പോഴാണ് നമ്മൾ 10,000 വോട്ടിന് പരാജയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇപ്പം ഞാനെല്ലാം താമസിക്കുന്നത് നഗരഹൃദയത്തിൽ തന്നെ, എറണാകുളം നിയോജക മണ്ഡലത്തിൻ്റെ അകത്താണ്. അവിടെ ഒരു ഹൈബ്രിഡിന് ഇവിടെ MLA ആയിരുന്നു. അതിൻ്റെ ഒരു മെജോറിറ്റിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിനെതിരായ ഒരു ജനവികാരം ഉയർത്തേണ്ട നിരവധി ഘടകങ്ങളുണ്ട്. അത് ഞാൻ തുടർച്ചയിൽ പറയാം. ആ ഒരു ഘടകങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ തൃക്കാക്കരയിലും എറണാകുളത്തും നമുക്കൊന്ന് പയറ്റി നോക്കാം. ഭൂരിപക്ഷം ഇപ്പോൾ ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഹൈബിയുടെ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് TJ വിനോദ് മത്സരിക്കുമ്പോൾ അങ്ങനെ വരില്ല. TJ വിനോദ് മത്സരിക്കുമ്പോൾ ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ എറണാകുളം നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ഹൈബിയുടെ മത്സരിക്കുന്ന സമയത്ത് കുറച്ചധികം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. തൃക്കാക്കരയിലും അതിൻ്റെ ഒരു സ്വാധീനം പൊതുവായുണ്ട്. അപ്പോൾ ഈ രണ്ട് മണ്ഡലത്തിനകത്തും ആ ഒരു സ്വാധീനം ഒന്ന് മരവിപ്പിച്ച് നമ്മുടെ വോട്ടുകൾ കൂടുതലായി ചെയ്യിച്ച് ആ ഭൂരിപക്ഷത്തിൻ്റെ അകത്ത് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഈ രണ്ട് മണ്ഡലങ്ങളും പ്രത്യേകമായി നമ്മുടെ പ്രസ്ഥാനം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ UDFൻ്റെ ഭൂരിപക്ഷം നന്നായി കുറക്കുക എന്നുള്ള ഒരു കടമയാണ്, ഒരു രാഷ്ട്രീയ കടമയാണ് ഞങ്ങളൊക്കെ ഈ രണ്ട് മണ്ഡലത്തിനകത്തും ഏറ്റെടുത്തിരിക്കുന്നത്. മറ്റൊരു തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയ മനസ്സ് എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമായിരുന്നു. ഇടയ്ക്ക് കെ ബാബു അവിടെ വിജയിച്ചതിന് ശേഷം നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു പൊതുധാരണയുണ്ടല്ലോ, കല്യാണം കൂടുതലും മരണം കൂടുതലുമാണ് MLAയുടെ പണി എന്നുള്ളത്. ആ ഒരു ആപ്തവാക്യം വിജയിച്ച ഒരു മണ്ഡലമാണ് അവിടെ. അതുകൊണ്ട് LDF വോട്ടുകൾ എല്ലാ കാലഘട്ടങ്ങളിലും അവിടെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ പൊതുവേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ പള്ളുരുത്തി ഭാഗങ്ങൾ, തൃപ്പൂണിത്തുറ ഭാഗങ്ങൾ അവിടെയൊക്കെ നമ്മൾ നന്നായി വിജയിക്കാറുണ്ട്. BJPക്കും ഒരു സ്വാധീനം ആ മണ്ഡലത്തിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വരാജ് സഖാവ് അവിടെ പരാജയപ്പെടുന്നത് കേവലം 900-ൽ അധികം വോട്ടിന് മാത്രമാണ്. അപ്പോൾ അത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ അകത്ത് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എടുത്ത് പരിശോധിച്ചാൽ BJP കുറേയധികം വോട്ട് പിടിക്കും. അതുകൊണ്ട് കോൺഗ്രസ് നമ്മളിലൊരു ഇത് വരുമ്പോൾ ഒരു മെജോറിറ്റി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ അകത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കുറേ കൂടെ നന്നായി പ്രതിഫലിക്കും. കൊച്ചി നഗരസഭയുടെ കുറേയധികം ഭാഗങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അവിടുത്തെ വരുന്ന ചില പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായൊരു സ്ഥിതി തൃപ്പൂണിത്തുറക്ക് വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു മണ്ഡലം കൊച്ചിയാണ്. കൊച്ചി പരമ്പരാഗതമായ പണ്ട് കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നിരുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഒരു വലിയൊരു മാറ്റം കൊച്ചി നിയോജകമണ്ഡലത്തിൽ വന്നു. KJ മാക്സി MLA ആയി 2016 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം അവിടെ വലിയ രീതിയിലൊരു ജനകീയ MLA മാറാൻ KJ മാക്സി കഴിഞ്ഞിട്ടുണ്ട്. ആ ജനകീയ MLA എന്നുള്ളൊരു ഖ്യാതി അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു പ്രവർത്തനമായിരുന്നില്ല അദ്ദേഹത്തിന്. അതൊരു വലിയ പ്രത്യേകതയാണ്. അത് നമ്മുടെ പ്രസ്ഥാനത്തിന് അനുകൂലമായി അവിടുത്തെ ജനങ്ങളെ മാറുന്ന രീതിയിലേക്ക് അത് മാറ്റി. ഫോർട്ട് കൊച്ചി ഭാഗത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ മെജോറിറ്റി ഉണ്ട്. അവിടെ നിന്നെങ്കിൽ മട്ടാഞ്ചേരി ഭാഗമൊക്കെ വരുമ്പോൾ വലിയ തോതിൽ ഈ മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള മേഖലയാണ്. ഇടതുപക്ഷ മനസ്സുള്ള ഇസ്ലാം സമുദായമാണ്. ലീഗിനും അവിടെ സ്വാധീനമുണ്ട്. പക്ഷേ ആ ലീഗ് കോട്ടയിലോട്ടൊക്കെ കടന്നു കയറാൻ ഈ ഇടതുപക്ഷത്തിന് പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മാർജിൻ വോട്ട് മട്ടാഞ്ചേരിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇങ്ങോട്ട് വന്ന പള്ളുരുത്തിൻ്റെ ചില ഭാഗങ്ങളുടെ ആ മണ്ഡലം കടന്നു പോകും, നമുക്ക് അനുകൂലമാണ്. ചെല്ലാനം ആ പ്രദേശം നമുക്ക് എതിരായിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ ഇത്തവണ ഈ കടലാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാക്സി സഖാവ് നടത്തിയ ഒരു ഇടപെടലുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള കടലാക്രമണം നേരിടാനുള്ള വികസന പദ്ധതികൾ കൊണ്ടുവന്നു. ഇന്ന് പണ്ടൊരു മഴക്കാലം വന്നാൽ അവിടുത്തെ 100 കണക്കിന് വീടുകൾ മുങ്ങിപ്പോകുന്നൊരു സ്ഥിതിയിൽ നിന്ന് മാറി ഒരു വെള്ളം പോലും വീടുകളിലേക്ക് കയറാത്ത രീതിയിലേക്ക് വലിയ മാറ്റം വന്നു. ആ ചെല്ലാനത്തെ ജനവിഭാഗം ഒന്നടങ്കം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി, നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് കൊച്ചി മണ്ഡലത്തിൽ നമുക്ക് ഒരു നല്ല ലീഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് വൈപ്പിൻ നിയോജകമണ്ഡലമാണ്. അവിടെയും നമ്മളുടെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ MLA ആണ് സഖാവ് KN ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ഏതാണ്ട് 20,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. വൈപ്പിനും പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമായ മനസ്സുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നമ്മളങ്ങനെ വൈപ്പിൻ നിയോജകമണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നമ്മളങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല. അത് കടലോര മേഖലയാണ്. കടലോര മേഖലക്കകത്ത് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ, MLA എന്ന നിലയിൽ ഉണ്ണികൃഷ്ണ സഖാവ് നടത്തുന്ന ഇടപെടലുകൾ അത് വലിയ രീതിയിലേക്ക് ജനസ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. വൈപ്പിനിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു മനസ്സാണ്. അതുകൊണ്ട് വൈപ്പിനിൽ നമുക്കൊരു ലീഡ് പ്രതീക്ഷിക്കാം.
അത്തരത്തിലുള്ളൊരു നല്ല സംഘടനാ സംവിധാനത്തിൽ തന്നെ അച്ചടുക്കത്തോട് വൈപ്പിൻ പ്രദേശത്ത് ഒരു വർക്ക് നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഏതാണ്ട് ഒരു ഭൂരിപക്ഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഈ 7 മണ്ഡലങ്ങളെയും പ്രതിപാദിച്ചത് ഒരു രാഷ്ട്രീയ ചിത്രം, കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഖാക്കളാണല്ലോ ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ എറണാകുളം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ മലപ്പുറം പോലെ ഉപേക്ഷിച്ചിടുന്ന ഒരു സീറ്റാണ് എറണാകുളം. അത് വീണ്ടും ആവർത്തിച്ച് വന്നു. ബാലികേറ മലയല്ല, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അട്ടിമറി വിജയം നമ്മുടെ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ബോധപൂർവമായി കോൺഗ്രസ് ഒരു പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. കാരണം സ്ഥാനാർത്ഥി ദുർബലമായ സ്ഥാനാർത്ഥിയെ ബോധപൂർവം അവതരിപ്പിച്ചു എന്ന നിലയിലേക്ക്. പക്ഷേ അതിൻ്റെ എല്ലാം കേവലം 2 ദിവസം കൊണ്ട് ഒടിച്ചു കളയാൻ ഈ സ്ഥാനാർത്ഥി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിഭീകരമായ തരത്തിലേക്ക് ജനമനസ്സിലേക്ക് ഇടിച്ചു കയറാൻ ടീച്ചർ കഴിഞ്ഞു എന്നുള്ളതാണ്. ടീച്ചർ ഒരു സ്ഥലത്ത് ചെന്നൊന്ന് ഇടവഴി കഴിഞ്ഞാൽ 10 മിനിറ്റുള്ളിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം കയ്യിലെടുക്കുന്നൊരു കാഴ്ചയാണ്. മണ്ഡലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി. കാരണം ഈ ടീച്ചർ ജയിക്കും എന്ന് വെച്ചാൽ പ്രഭാഷണ കലയിൽ അതിസാധാരണമായൊരു മികവ് ടീച്ചർക്ക് ഉണ്ട്. ടീച്ചർ ഈ പറവൂരാണെങ്കിൽ പോലും എല്ലാ മണ്ഡലങ്ങളിലും ടീച്ചർ ഉണ്ടായിരുന്നു. കാരണം KSTയുടെ ഭാരവാഹിയായിരുന്നു. അതുമാത്രമല്ല നല്ല പ്രാസംഗിക എന്ന നിലയിൽ എല്ലായിടത്തും പ്രസംഗത്തിന് ടീച്ചർ വരികയായിരുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്ന എറണാകുളം മണ്ഡലത്തിൽ 140 ബൂത്തുകളുണ്ട്. ഒരുപക്ഷെ 100-ലധികം ബൂത്തുകളിലെങ്കിലും ടീച്ചർ കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ കുടുംബയോഗങ്ങൾക്ക് വന്ന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുള്ള ഒരാളാണ്. അപ്പോൾ ടീച്ചറുടെ ഒരു സ്ഥാനാർത്ഥിത്വം നമ്മുടെ ഇവിടെ ഒരു ഇടതുപക്ഷ അനുകൂല മനസ്സുണ്ടാക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് പ്രധാനമായും മണ്ഡലത്തിനകത്ത് MP-ക്ക് എതിരായി നിലനിൽക്കുന്നൊരു വികാരമുണ്ട്. ഇത് എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്ത്യൻ സഭയുടെ ഒരു ഓമനപുത്രൻ, മാനസപുത്രൻ എന്ന നിലയിൽ പലപ്പോഴും ഒരു പൊതുരാഷ്ട്രീയത്തിൽ ഹൈബീഡനെ അവതരിപ്പിക്കപ്പെടാറ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സജീവമായിരുന്നില്ല. ധാരാളം നെഗറ്റീവ് ആ കാര്യത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ മണിപ്പൂർ വിഷയം നടക്കുന്ന സമയത്ത് നമ്മുടെ ജോൺ ബ്രിട്ടാസും ജയിക്കൊക്കെ പോയൊരു സമയത്ത് എറണാകുളം മണ്ഡലത്തിൽ വലിയ ചർച്ച ഉയർന്നു വന്നു. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു അപകടകരമായ ഒരു സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെതിരെ നമ്മുടെ MP ഒന്ന് പ്രതികരിച്ചു പോലുമില്ല എന്നുള്ളൊരു ചർച്ച ആ കാലഘട്ടത്തിൽ ഇവിടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി വന്നൊരു കാര്യമാണ്. അന്ന് ഈ ജയിക്കും ബ്രിട്ടാസൊക്കെ പോകുന്നൊരു സമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ എവിടെയാണ് നമ്മുടെ MP എന്നുള്ളൊരു ചർച്ച അന്ന് ഉയർന്നു വന്നപ്പോൾ നിർഭാഗ്യവശാൽ ഈ സമയത്ത് നമ്മുടെ MP കുടുംബവുമൊത്ത് ലണ്ടനിൽ വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നൊരു സമയമായിരുന്നു. അത് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം ഇവിടെ മണിപ്പൂരിലെ ജനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് സഭയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും അല്ലെങ്കിൽ സഭയുടെ സ്വന്തം MP എന്ന നിലയിലൊക്കെ അവതരിക്കപ്പെടുന്ന ഒരു പ്രത്യേകിച്ച് ചെറുപ്പക്കാരൻ ഇതൊന്നും ഒന്നും മനസ്സിലാകാതെ എന്തേ അങ്ങോട്ട് പോയില്ല എന്നുള്ളൊരു വലിയ ചർച്ച ആ ഘട്ടത്തിൽ എന്ന് വെച്ചാൽ മണിപ്പൂർ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് വിനോദയാത്രയ്ക്ക് ലണ്ടനിലായിരുന്നു. തുടർച്ചയിൽ വന്നിട്ട് ഏതൊരു ഘട്ടത്തിൽ അദ്ദേഹം പോയി കുറേ സോഷ്യൽ മീഡിയയിൽ മണിപ്പൂർ എന്നുള്ള ചിത്രങ്ങളൊക്കെ ഇട്ടു. പക്ഷേ ജനത്തിൻ്റെ ഇടയിൽ അങ്ങനൊരു വികാരം MP-ക്കെതിരായി ഈ മണിപ്പൂർ വിഷയത്തിൻ്റെ അകത്ത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ കലാപം ഉയർന്ന സമയത്ത് MP നിശബ്ദത പാലിച്ചു എന്നുള്ള വലിയൊരു ആക്ഷേപം ഈ എറണാകുളം MP-യെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിലുണ്ട്. മാത്രമല്ല 2020 ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ സഭയുടെ ഒരു പ്രധാനപ്പെട്ട KCYM പോലത്തെ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെയുള്ള മെത്രാനും നിരവധി പുരോഹിതന്മാർക്കൊക്കെ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു സ്വാധീനമുള്ള ആളാണ് 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വവും സഭാ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. മാത്രമല്ല MP എന്ന നിലയിൽ ഈ നഗരത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. കാരണം അറിയാലോ, ഇതൊരു വ്യാവസായിക നഗരമാണ്. ഈ വ്യാവസായിക നഗരത്തിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ നിരവധിയുണ്ട്. ഒന്ന് ഏറ്റവും വലിയ പ്രധാനമുള്ളത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അത് വിഴിഞ്ഞത്തിൻ്റെ കൂടി വരവോടുകൂടി അതിൻ്റെ പ്രവർത്തനം കൂടുതൽ അവതാളത്തിലായിരിക്കുകയാണ്. അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ പോർട്ടിന് വേണ്ടി ഒരു MP എന്ന നിലയിൽ ജനം പ്രതീക്ഷിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികൾ നിരവധി നിവേദനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കൊടുത്തിരുന്നു. പക്ഷേ ഒന്നിൽ പോലും ഒരു പരിഹാരമുണ്ടാക്കാൻ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഹൈബിക്ക് കഴിഞ്ഞിട്ടില്ല. അത് വലിയ രീതിയിൽ തൊഴിലാളി സമൂഹത്തിനിടയിൽ ഉണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലും സമാനമായ ഒരു ഒറ്റപ്പെടൽ ഹൈബി അനുഭവിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പോൾ HIL ഇവിടെ പൂട്ടിപ്പോയ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഇന്ന് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു VRS പോലും ഈ സമീപ സമയത്ത് ചർച്ചയായിട്ടുള്ളൂ. പക്ഷേ അതിലൊന്നും ഈ MPക്ക് ഒരു റോള് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് ധാരാളം നമ്മുടെ എറണാകുളം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ ഫാക്ടറി തകർച്ചയെ നേരിടുന്നു. ഇതിലൊന്നും MP എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നുള്ള വലിയ ജനവികാരം അദ്ദേഹത്തിനെതിരായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. റെയിൽവേ സ്റ്റേഷനുകൾ 2 പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. ഒന്ന് എറണാകുളം ജംഗ്ഷനും മറ്റൊന്ന് എറണാകുളം ടൗണും. ഈ 2 സ്റ്റേഷനിലും ഈ സമീപ സമയം വരെ ഒരു മേൽക്കൂര പോലും ഉണ്ടായിരുന്നില്ല. ഈ റെയിൽവേ സ്റ്റേഷൻ പോലും നിരവധി വികസന പദ്ധതികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ തവണ മാനിഫെസ്റ്റോ പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിരുന്നത്. പക്ഷേ അതിലൊന്നും നാളിതുവരെ ഒരു ചെറുവിനൽക്കം പോലും നടത്താൻ സാധിച്ചില്ല. പിന്നീട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു 100 പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ നവീകരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ആ ഒരു 100 സ്റ്റേഷനിൽ എറണാകുളം ജംഗ്ഷൻ പെട്ടു. അങ്ങനെ അല്ലാണ്ട് MPയുടെ ഒരു മികവല്ല, അത് ജനങ്ങൾ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ജംഗ്ഷൻ്റെ ടൗൺ സ്റ്റേഷൻ വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയ നിലവിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയൊക്കെ ഒരു വളരെ ശോചനീയാവസ്ഥ നിലനിൽക്കുകയാണ്. അവിടെ ചെന്നാലറിയാം പല ഭാഗത്തും മേൽക്കൂര പോലില്ലാത്ത പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെ നിരവധി റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം ധാരാളം ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നും ദൈനംദിനമായി പോകുന്ന ഒരു സ്ഥലമാണ് എറണാകുളം. പുതിയ പാത ഇരട്ടിപ്പിക്കലോ അല്ലെങ്കിൽ പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി മെമു പാസഞ്ചർ പോലത്തെ സംവിധാനം ഒരുക്കുന്ന കാര്യത്തിലോ ഒന്നും MP ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് റെയിൽവേയുടെ ഒരു വികസന കാര്യത്തിൻ്റെ അകത്ത് ആ രംഗത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേയിലെ ഒരുപക്ഷെ കേരളത്തിൻ്റെ അകത്ത് ആശ്രയിക്കുന്ന ഒരു ജില്ലയാണ്. കാരണം പുറത്തു നിന്ന് വരുന്ന ധാരാളം, ഇപ്പോൾ തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവിടെ വന്നു പോകുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു രംഗത്തുള്ള വികസന മുരടിപ്പ് MPക്ക് വലിയ എതിരായിട്ടുള്ള വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു MP എന്ന നിലയിൽ വരേണ്ട ഫണ്ട് വിനിയോഗമൊന്നും ഇവിടെ അദ്ദേഹം നടത്തിയിട്ടില്ല. ഇവിടെ ഈ മണ്ണ് UDFന് അനുകൂലമാണെന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാകാം വലിയ രീതിയിൽ ഒരു ശ്രദ്ധ അദ്ദേഹം നടത്തിയിട്ടില്ല. പൊതുരീതി പരിശോധിച്ചാൽ ഒരു MP സ്ഥാനം ഡൽഹിയിലേക്കുള്ള ഒരു ഒരു വിനോദയാത്രക്കുള്ള ഒരു ഘടകമായി കണ്ടുകൊണ്ടാണ് എറണാകുളത്തിന് MP പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു വികസന പ്രവർത്തനവും അദ്ദേഹത്തിനായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ ചില ഭവനങ്ങൾ നിർമ്മിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ, CSR ഫണ്ട്, അതിവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വന്ന ഡയാലിസിസ് യൂണിറ്റും മറ്റു കാര്യങ്ങളും. പക്ഷേ അതെല്ലാം തൻ്റെയാണ് എന്ന തരത്തിലേക്ക് ബോധപൂർവം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഏതെങ്കിലും സ്കൂളിൽ CSR ഫണ്ട് മുഖേന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു ബസ് കൊടുത്താൽ പോലും അതെല്ലാം ഒരു എട്ടുകാലി മമ്മൂഞ്ഞി. ഇവിടെ നടക്കുന്ന ഓരോ പ്രവൃത്തിയിലും കേരള സർക്കാരിൻ്റെ മികവുപോലും വരുന്ന പദ്ധതികൾ അല്ലെങ്കിൽ മറ്റു തലത്തിൽ CSR ഫണ്ട്, കാരണം CSR ഫണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു ജില്ല എറണാകുളമാണ്. ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലമാണ്. അവിടെ അത്തരത്തിലുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതിവിടുത്തെ സാധാ ഒരു നഗരസഭാ പ്രതിനിധി പോലും CSR ഫണ്ട് ഉപയോഗിച്ച് വികസനം കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു ചുളിവിൽ പരിപാടി വെപ്പിക്കുന്ന ഒരു വർക്ക് അതിലൂടെയൊക്കെ ചില ഇടപെടൽ നടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് ഉദ്ദേശിച്ചാൽ ഒരു വികസനോത്മകമായ കാഴ്ചപ്പാടോ ഒരു സർഗാത്മകതയോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ MPക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ ഒരു ജനവികാരം മണ്ഡലത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാനപ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അനുകൂലമായൊരു അന്തരീക്ഷം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽപ്പുണ്ട്. ഒന്ന്, മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട്. അതിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നല്ല ശേഷിയുണ്ട്, മുസ്ലിം ന്യൂനപക്ഷത്തിന് നല്ല ശേഷിയുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം ഹൈബിക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം പൊതുവായി നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും BJP വിരുദ്ധ വികാരവും വന്നപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇപ്പോൾ ഞങ്ങളെല്ലാം വന്ന് വീടുകളിൽ തുടർച്ചയിൽ നമ്മൾ സന്ദർശിച്ച ആളുകളോട് ആ പരാജയം സംബന്ധിച്ചുള്ള കാരണങ്ങൾ ചോദിച്ചല്ലോ. എന്നെല്ലാം ഓരോ ഇസ്ലാം കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങളോട് അവർ ഹൃദയം തോന്നി ചിലരെല്ലാം കരഞ്ഞാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇത്തവണ ഞങ്ങൾക്കൊന്ന് മാറ്റി ചെയ്യേണ്ടി വന്നു. കാരണം ഞങ്ങളെല്ലാം ഭയത്തിൽ നിൽക്കുന്നൊരു സമൂഹമാണ്. ഈ ഗവൺമെൻറ് മാറണം, അതിനപ്പോൾ നിങ്ങൾ പോയിട്ട് കാര്യമില്ലല്ലോ, കോൺഗ്രസ് പോയിട്ടല്ലേ കാര്യമുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങളെല്ലാം വോട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളിത് തിരുത്തും. ആ തിരുത്തും എന്നുള്ളൊരു വാചകം തന്നെയാണ് പിന്നീട് എന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നമ്മുടെ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF അനുകൂല മണ്ഡലങ്ങളായിരുന്ന പല മണ്ഡലങ്ങളും എറണാകുളത്ത് അനുകൂലമായി മാറിയത്. അപ്പോൾ ആ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വോട്ട് ഇത്തവണ മാറിപ്പോകാൻ ഒരു സാധ്യതയും നമ്മളുടെ ഭവന സന്ദർശനത്തിനൊന്നും
ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയൊരു തെറ്റ് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഈ ഇസ്ലാം സമുദായം നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ സാഹചര്യമുണ്ട്. ഒരു BJP വിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ആഞ്ഞടിക്കൽ എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് അനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നവമാധ്യമ കൂട്ടായ്മയിലെ ഗ്രൂപ്പ് അംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അവരെല്ലാം എറണാകുളം ജില്ലയിൽ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യമൊക്കെ അവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കൂടി സാധിച്ചാൽ അതൊരു വലിയ വിജയമാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എറണാകുളത്തുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എല്ലാം മികവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ടീച്ചർ നല്ല വിദ്യാസമ്പന്നയാണ്, വികസന കാഴ്ചപ്പാടുണ്ട്, നല്ല ലാംഗ്വേജ് ഉണ്ട്. ഇതെല്ലാം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് അവരുടെ വൈറലായി പോയ പല പ്രസംഗം മുഖ്യമന്ത്രി തന്നെ കൈയടിക്കുന്ന ചില വിഷ്വൽസൊക്കെ കണ്ടല്ലോ. ഇതെല്ലാം ഫലപ്രദമായ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഷൈൻ ടീച്ചർക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഒരു അട്ടിമറി എറണാകുളത്ത് നമ്മുടെ ഫലപ്രഖ്യാപന ദിവസം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്, ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് സഖാക്കൾക്ക് മുമ്പാകെ എനിക്ക് വയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഈ നവമാധ്യമ കൂട്ടായ്മയിൽ ഇത്തരത്തിൽ ഒരു മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ലാർസനും മറ്റു ഇതിൻ്റെ അഡ്മിൻ പാനൽസിനും എല്ലാവർക്കും, അതുപോലെ തന്നെ എൻ്റെ ചെറിയ സംസാരം ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയം ചേർന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.